Hello, good afternoon. Welcome to Learning Now. നമ്മൾ ഈ ഒരു വീഡിയോയിൽ യൂണിറ്റ് 4 വർക്ക് എനർജി പവർ എന്നുള്ള ആ ഒരു യൂണിറ്റ് അതായത് +1 ഫിസിക്സിലെ യൂണിറ്റ് 4ന്റെ MCQ മാരത്തോണിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ആ ഒരു യൂണിറ്റ് ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The energy possessed by the spring wheel, ഒരു സ്പ്രിങ് പ്രൊസസ് ചെയ്യുന്ന എനർജി എന്താണ്, എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്താണ്? ഇൻക്രീസ് when it is stretched and decrease when it is compressed, increase when it is compressed and decrease when it is stretched, decrease whether it is stretched or compressed, increase whether it is stretched or compressed. നമുക്കറിയാം, ഒരു സ്പ്രിങ് നമ്മൾ കംപ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യുകയോ ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വെദർ ഇറ്റ് ഈസ് കംപ്രസ്ഡ് ഓർ സ്ട്രെച്ച്ഡ്, നമ്മൾ സ്ട്രെച്ച് ചെയ്യണോ വെദർ കംപ്രസ് ചെയ്യുകയാണോ എന്ത് ചെയ്യുകയാണെങ്കിൽ തന്നെ ആ ഒരു സ്പ്രിങ്ങിന്റെ എനർജി എന്ന് പറയുന്നത് ഇൻക്രീസ് ആവുകയാണ്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നമുക്ക് ഒരു എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോഡി അതിന്റെ ഡീഫോംഡ് ഷേപ്സിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു എനർജിനെയാണ് നമ്മൾ എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് either നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കംപ്രസ് ചെയ്യുമ്പോഴോ ആ ഒരു ബോഡിക്ക് ഉണ്ടാവുന്ന ഒരു എനർജിനെയാണ് നമ്മൾ എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹുക്സ് ലോ ആണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. The restoring force is proportional to the displacement x and its direction is always to the displacement, opposite to the displacement. അപ്പൊ ഹുക്സ് ലോ എന്താ പറയുന്നത്? ആ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ്, അതായത് നമ്മൾ കംപ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിമൈനിങ് അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരുന്ന ആ ഒരു ഫോഴ്സ് ഉണ്ടാകും, അതാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു ഡിസ്പ്ലേസ്മെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇക്വേഷനിൽ എങ്ങനെ എഴുതാം? U is equal to half kx² ആണ്. U എന്ന് പറയുന്നത് എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി, K എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്, ആൻഡ് X എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറയുന്നത് അത് ഡീഫോം ചെയ്യുമ്പോൾ എന്തായാലും അത് ഇൻക്രീസ് ആകും. ഓക്കെ, അപ്പോൾ ഒരു സ്പ്രിംഗ് എന്ന് പറയുന്നത് നമ്മൾ സ്ട്രെച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ കംപ്രസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, when force 10 Newton is applied on a body. അപ്പോൾ നമ്മളൊരു ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, 10 Newton ഫോഴ്സ് ആണ് നമ്മൾ ഒരു ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അത് ഡിസ്പ്ലേസ് ആവുന്നത് എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ് അത് ഡിസ്പ്ലേസ് ആവുന്നത്. ഓക്കെ, 10 സെന്റിമീറ്റർ ആണ് നമുക്കത് ഡിസ്പ്ലേസ് ആവുന്നത്. ഓക്കെ, what should be the angle between force and displacement? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഒരു ആംഗിൾ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന്റെ വർക്ക് ഡൺ നമുക്ക് ആ ഒരു പ്രോസസ്സിലേക്ക് തന്നിരിക്കുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് 1 ജൂൾ ആണ്. ഓക്കെ, സോ ഓപ്ഷൻ ഡി 0 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് കിട്ടുന്നത്. 0 ഡിഗ്രി സെൽഷ്യസ് അല്ല, 0 ഡിഗ്രി ആണ് ആ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിൾ വരുന്നത്. നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ദി ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്, അതായത് F ഡോട്ട് ഡി, ദാറ്റ് ഈസ് എഫ് ഡി കോസ് തീറ്റ ആണ് അല്ലെ. W എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ ആണ്. F എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. D എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ്. തീറ്റ എന്ന് പറയുന്നത് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഒരു ആംഗിൾ ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വർക്ക് തന്നിട്ടുണ്ട്, F തന്നിട്ടുണ്ട്, D തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ആ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. W is equal to FD cos θ ആണ്. അപ്പൊ cos θ is equal to എനിക്ക് എന്ത് വരും? W by FD, അതായത് 10 into 0.1 1/1 ആണ് വരുന്നത്. അപ്പൊ cos θ is equal to 1 ആണെങ്കിൽ മാക്സിമം നമുക്ക് cos θ മാക്സിമം വാല്യൂ വരുന്നത് എപ്പോഴാണ്? cos 0 അല്ലെ. സോ ദ θ is equal to 0 ഡിഗ്രി ആണ്. അപ്പൊ അവർ തമ്മിലുള്ള ആംഗിൾ, അതായത് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് തമ്മിലുള്ള ഒരു ആംഗിൾ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആണ് നമുക്ക് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ കാർ ഓഫ് മാസ് 100 kg is moving on a horizontal ground. Find the work done by the gravity when the car has moved 10 meter. അപ്പോൾ കാറിന്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റും തന്നിട്ടുണ്ട്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് വർക്ക് ഡൺ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ഓപ്ഷൻ എ 0 ആണ് നമുക്ക് അവിടെ വരുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ കാർ എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ പാത്തിലാണ് മൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒരു പർട്ടിക്കുലർ ടൈമിൽ കാർ എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റി ഫോഴ്സസ് എന്ന് പറയുന്നത് ഡൗൺവേർഡിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ ഒരു ഗ്രാവിറ്റിയുടെ ഫോഴ്സ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ആ മോഷന്റെ ആ ഒരു ഡയറക്ഷനിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആയതുകൊണ്ട് അതിന് ആ ഒരു ഡയറക്ഷനിലാണ് നമുക്ക് കിട്ടുന്നത് ഡിസ്പ്ലേസ്മെന്റിന്റെ മൂവ്മെന്റ്സും. സോ അപ്പൊ അവർ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആണ് അതല്ലേ. നമുക്ക് ഈ ഫിഗറിൽ നോക്കൂ, ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ ഇങ്ങനെയും നമുക്ക് ആ ഒരു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. സോ ദേ ആർ
the angle between the gravity and that എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് അല്ലേ. സോ അപ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഗ്രാവിറ്റി ഫോഴ്സ് F ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു കോസ് തീറ്റ ആണ്. അപ്പോൾ കോസ് തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. അപ്പോൾ കോസ് 90 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് 0 ആണ്. സോ അപ്പോൾ വർക്ക് ഡൺ എത്രയാണ് വരുന്നത് F into S into 0 which is equal to 0 ആണ് വരുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് the collision between marble balls is which type of collision? മാർബിൾ ബോൾസുകൾ തമ്മിലുണ്ടാകുന്ന ആ ഒരു കൊളീഷൻ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് കൊളീഷൻ ആണ്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇനലാസ്റ്റിക് കൊളീഷൻ, എലാസ്റ്റിക് കൊളീഷൻ, ഡിസ്ട്രക്റ്റീവ് കൊളീഷൻ, നൺ ഓഫ് ദി ഓപ്ഷൻസ്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. മാർബിൾ ബോൾസുകൾക്ക് ബിറ്റ്വീൻ ആയിട്ട് വരുന്ന കൊളീഷൻ ഏതാണ്? ഇലാസ്റ്റിക് കൊളീഷൻ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് if a box of mass 25 kg is pushed 15 meter by a force F Newton and the work done in the process is 480 joule, find F. മാസ് 25 kg തന്നിട്ടുണ്ട്. പുഷ് ചെയ്തിരിക്കുന്ന ആ ഒരു ലെങ്ത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് 15 മീറ്റർ ആണ്. ഫോഴ്സ് എഫ് ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് അല്ലെ. എഫ് എന്നുള്ള ജസ്റ്റ് ലെറ്ററിലാണ് നോട്ട് ചെയ്തിരിക്കുന്നത്. വർക്ക് ഡൺ എന്ന് പറയുന്നത് 480 ജൂൾ ആണ്. അങ്ങനെയെങ്കിൽ ഫോഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. 32 ആണ് നമുക്ക് വരുന്ന ഫോഴ്സ്. അപ്പൊ കാൽക്കുലേഷൻ നോക്കൂ. മാസ് നമുക്ക് 25 kg ആണ്, ഡിസ്റ്റൻസ് 15 ഉം വർക്ക് ഡൺ എന്ന് പറയുന്നത് 480 ആണ്. അപ്പൊ വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലെ. അപ്പൊ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ഫോഴ്സ്. സോ 480 ബൈ 15 എന്ന് പറയുമ്പോൾ 32. സോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 32 ന്യൂട്ടൺ ആണ് നമുക്ക് കിട്ടുന്നത്. In which of the following examples work done is negative? താഴെ തന്നിരിക്കുന്നതിൽ വർക്ക് ഡൺ നെഗറ്റീവ് ഏതിലാണ്? Work done by the force of gravity on a moving aeroplane horizontally. Work done by the force of gravity on a ball thrown upwards. Okay, upward directionലേക്ക് നമ്മൾ thrown ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു വർക്ക് ഡൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ഗ്രാവിറ്റി നെഗറ്റീവ് ആകുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നോക്കൂ, ഓപ്ഷൻ എ 1 നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു എയറോപ്ലെയിൻ മൂവ് ചെയ്യുമ്പോൾ അത് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആണ്. അപ്പൊ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഡാൻവേർഡ് ഡയറക്ഷനിലേക്കാണ് വരുന്നത്. സോ അപ്പോൾ അവർ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് വർക്ക് ഡൺ എത്രയാണ് വരുന്നത്? 0 ആണ് വരുന്നത്. സോ ഇറ്റ് ഇസ് എ പോസിറ്റീവ് ആണ് വരുന്നത്. ഓപ്ഷൻ 2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? വർക്ക് ഡൺ എന്ന് പറയുന്നത് നമ്മൾ മുകളിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്കാണ് നമ്മൾ ബോൾ ത്രോൺ ചെയ്യുന്നത്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷനിലും ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഡൗൺവേർഡ് ഡയറക്ഷനിലും അല്ലെ. ഇങ്ങനെയാണ് വരുന്നത്. സോ അപ്പൊ അവർ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. പക്ഷെ ഇവിടെ എങ്ങനെയായിരിക്കും? നമുക്ക് ഈ ഒരു ഡയറക്ഷനിലും ഈ ഒരു ഡയറക്ഷനിലാണ് വരുന്നത്. സോ ദേ ആർ ദ ആംഗിൾ ബിറ്റ്വീൻ എന്ന് പറയുന്നത് 90 ഡിഗ്രി. ഇവിടെ 180 ഡിഗ്രി ആണ്. അപ്പൊ കോസ് 180 എന്ന് പറയുന്നത് എത്രയാണ്? -1 ആണ്. സോ നമുക്ക് ആംഗിൾ -2, അതായത് ഡയറക്ഷൻ എന്ന് പറയുന്നത് മൈനസിലേക്കാണ് വരുന്നത് അല്ലെ. സോ അപ്പൊ നെഗറ്റീവ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതേപോലെ ഓപ്ഷൻ ബിയിൽ എങ്ങനെ വരുന്നത് നോക്കൂ. when ball is falling freely downward direction. അപ്പൊ ബോൾ ഡിസ്പ്ലേസ്മെന്റ് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. സിമിലർലി ആ ഗ്രാവിറ്റി ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പൊ രണ്ടുപേരും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആണ്. അപ്പൊ കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. സോ ഇറ്റ് ഇസ് എ പോസിറ്റീവ് വർക്ക് ആണ്. അടുത്തത് സാറ്റലൈറ്റ് മൂവിംഗ് സർക്കുലർ പാത്ത് ആണ്. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആണ്. അപ്പൊ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പൊ അവിടെ വരുന്ന ആ ഒരു വർക്ക് ഡൺ ബൈ ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. സോ ദാറ്റ് ഇസ് ഓൾസോ പോസിറ്റീവ് ആണ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ആ ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു ബോൾ ത്രോൺ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കൊരു നെഗറ്റീവ് വർക്ക് ഡൺ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, a body of 20 kg is lying at rest. Under the action of a constant force, it gains a speed of 7 meter per second. What is the work done? അല്ലെ, നമുക്ക് വെയിറ്റും അല്ലെങ്കിൽ മാസ് തന്നിട്ടുണ്ട്. ബോഡി 20 kg തന്നിട്ടുണ്ട്. സ്പീഡ് 7 meter per second ആണ് തന്നിട്ടുണ്ട്. വർക്ക് ഡൺ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. 490 ജൂൾ ആണ് വരുന്നത്. മാസ് 20 kg ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് 7 meter per seconds ആണ്. അപ്പൊ ഫൈനൽ വെലോസിറ്റി ആണത് അല്ലെ. ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ചിങ് കൈനറ്റിക് എനർജി, അതായത് ഡെൽ കെ ആണ് വരുന്നത്. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫൈനൽ കെ, ദാറ്റ് ഇസ് ഹാഫ് mv² എന്ന് എടുക്കാം നമുക്ക്. അപ്പൊ ഹാഫ് ഇൻറ്റു ഫൈനൽ എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. അപ്പൊ 7 ഇൻറ്റു mv², m എന്ന് പറയുന്നത് 20 ആണ്, 7² ആണ്. അപ്പൊ 10 ഇൻറ്റു 49 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 490 ജൂൾ ആണ്. അതായത് ഇനിഷ്യൽ സ്പീഡ് നമുക്ക് 0 ആണ്. അപ്പൊ നമ്മൾ ഇനിഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമുക്ക് 0 ആയിരിക്കും അല്ലെ. ഇനിഷ്യൽ സ്പീഡ് നമുക്ക് 0 ആയതുകൊണ്ട് ഇനിഷ്യൽ കൈനറ്റിക് എനർജി 0 ആയിരിക്കും. ഫൈനൽ വെലോസിറ്റി മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ ഫൈനൽ വെലോസിറ്റി, അതായത് ഫൈനൽ കൈനറ്റിക് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, the work done by a person in carrying a box mass 15 kg through a vertical height of 5 meter is 5000 joule. The mass of the person is take g is equal to 10 meter per second. ഓക്കെ, അപ്പൊ നമുക്ക് ഒരാള് ഒരു വർക്ക് ഡൺ ചെയ്യണം, ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് ഒരു ബോക്സിനെ ഒരു 5 meter ഹൈറ്റിലേക്ക് റൈസ് ചെയ്യണം. ഓക്കെ, അപ്പൊ മാസ് ഓഫ് ദ ബോക്സ് എന്ന് പറയുന്നത് 15 kg ആണ്. ഹൈറ്റ് നമുക്ക് 5 meter ആണ് തന്നിട്ടുണ്ട്. അതിൽ ചെയ്തിരിക്കുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് 5000 ജൂൾ. അതായത് ഈ ഒരു ബോക്സ്
5 മീറ്റർ ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള വർക്ക് ഡൺ ചെയ്തിരിക്കുന്നത് 5000 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പേഴ്സന്റെ മാസ് എത്രത്തോളം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജി നമുക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. 85 kg ആണ് ആ ഒരു പേഴ്സന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, സോറി മാസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ബോക്സ് ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ആ ഒരു വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു W ഇസ് ഈക്വൽ ടു mgh ആണ്. അപ്പൊ ഈ ഒരു മാസ് എന്ന് പറയുന്നത് ആ ഒരു ബോക്സിന്റെ മാസ് പ്ലസ് ആ ഒരു പേഴ്സന്റെ മാസ് രണ്ടും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്ക് എക്സ് എന്നുള്ള രീതിയിൽ എടുക്കാം. നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അപ്പൊ വർക്ക് ഡൺ W ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ജി ഇൻറ്റു എച്ച് ആണ്. മാസ് എന്ന് പറഞ്ഞാൽ ബോത്ത്, അതായത് ബോക്സും അതുപോലെ പേഴ്സന്റേജ്. സോ നമുക്ക് വർക്ക് ഡൺ തന്നിട്ടുണ്ട് 5000 ജൂൾ തന്നിട്ടുണ്ട്. 5000 ഇസ് ഈക്വൽ ടു എക്സ് കെ ജി എന്ന് പറയുന്നതാണ് ആ ഒരു പേഴ്സന്റെ മാസ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്, പ്ലസ് 15 kg ഇൻറ്റു 10 എന്ന് പറയുന്നത് ജി ആണ്, 5 മീറ്റർ ആണ് നമുക്ക് ഹൈറ്റ്, ഇൻറ്റു 5. സോ 5000 ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 15 ഇൻറ്റു 50 വരും. അപ്പൊ എനിക്ക് ഈ ഒരു 50 ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്ര വരും? 100 കിട്ടും അല്ലെ. സോ അപ്പൊ 100 ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 15 ആണ്. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 100 മൈനസ് 15 എന്ന് പറയുമ്പോൾ 85. സോ അപ്പൊ ആ ഒരു പേഴ്സന്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 85 kg ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ബോയ് ഓഫ് മാസ് 50 kg runs up staircase of 25 steps in 10 seconds. If the height of each step is 40 cm, find the power. ഓക്കെ, അപ്പൊ ആ ഒരു ബോയുടെ മാസ് തന്നിട്ടുണ്ട് 50 kg ന്ന്. സ്റ്റെയർകേസ് ഓഫ് 45 സ്റ്റെപ്സ് ആണ് ഉള്ളത് 10 സെക്കൻഡ്സിൽ. ഓരോ സ്റ്റെപ്പുകൾ തമ്മിലുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 14 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ പവർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് 315 വാട്ട് ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ നോക്കൂ, ഗിവൺ മാസ് ഓഫ് ദ ബോഡി എം നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 50 kg തന്നിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ഹൈറ്റ് എച്ച്, ഹൈറ്റ് ടി ആണ്. ജി എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ദാറ്റ് ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നിട്ടുണ്ട്. എച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. എച്ച് എന്ന് പറയുന്നത് 45 സ്റ്റെപ്സ് ഉണ്ട്, ഒരു സ്റ്റെപ്പിന്റെ ഹൈറ്റ് 14 ആണ്. സോ 45 into 14 സെന്റിമീറ്റർ വിച്ച് ഇസ് ഈക്വൽ ടു 6.30 മീറ്ററിലേക്ക് മാറ്റണം നമ്മൾ, കാരണം ഇവിടെ കെ ജി ആണ്, നമുക്ക് മീറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ടി നമുക്ക് 10 സെക്കൻഡ്സ് ആണ് തന്നിട്ടുണ്ട്, ജിയും തന്നിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? mgh ആണ്. അപ്പൊ നമ്മൾ ആദ്യം പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ബൈ ടൈം, ദാറ്റ് ഈസ് എനർജി ബൈ ടൈം ആണ്. എനർജി എത്രയാണ്? 3150 ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് 10 ആണ്. സോ 315 വാട്ട് ആണ് നമുക്ക് വരുന്ന ടോട്ടൽ പവർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ പവർ ഇൻ വാട്ട് ഓഫ് എ പമ്പ്. It can lift to 1 ton of water by 90 minutes in 90 meter in 30 minutes. Okay, ഒരു പമ്പിന് 1 ടൺ വാട്ടറിനെ 90 മീറ്ററിൽ ഹൈറ്റിലേക്ക് ഉയർത്തുന്നതിന് 30 മിനിറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പമ്പിന്റെ പവർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 100% എഫിഷ്യൻസി ആണ് അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ട്. ജി എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്നുള്ളതിലും അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ആൻസർ 500 ആണ് നമുക്ക് വരുന്ന ആ ഒരു പവർ. ഓക്കെ, ഇൻ വാട്ടിൽ 500 വാട്ട് ആണ് നമുക്ക് ആ ഒരു പമ്പിന്റെ പവർ വരുന്നത്. അപ്പൊ നോക്കൂ, the work is equal to എന്താണ്? It is defined as the work per unit of time ആണ് അല്ലെ. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ബൈ ടൈം ആണ്. വർക്കും ടി എന്ന് പറഞ്ഞാൽ ടൈമും ആണ്. SI യൂണിറ്റ് എന്താണ്? വർക്കാണ്. പവറിന്റെ വാട്ട് ആണ് SI യൂണിറ്റ് ഓഫ് പവർ എന്ന് പറയുന്നത്. മാസ് 1 ടൺ ആണ്, അതായത് 1000 kg ആണ് വരുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത് 90 മീറ്ററും ടൈം 30 മിനിറ്റ്സ്, ദാറ്റ് ഈസ് 30 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 30 into 60 സെക്കൻഡ്സ് ആണ്. അപ്പൊ 1800 സെക്കൻഡ്സ് ആണ് കിട്ടുന്നത്. അപ്പൊ P is equal to mgh by t എന്ന് കൊടുത്താൽ മതി, അതായത് എനർജി ബൈ ടൈം എന്ന് കൊടുത്താൽ മതി. അപ്പൊ M എന്താണെന്ന് അറിയാം, G അറിയാം, H അറിയാം, T അറിയാം, ദാറ്റ് ഈസ് 500 വാട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് അറിയണം. എനർജി ബൈ ടൈം ആണ് പവർ എന്നുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. A raindrop of mass 1 gram falling from a height of 1 kilometer hits the ground with a speed of 50 meter per second. അപ്പോൾ ഒരു റെയിൻ ഡ്രോപ്പ്, 1 gram മാസുള്ള ഒരു റെയിൻ ഡ്രോപ്പ് 1 കിലോമീറ്റർ ഹൈറ്റിൽ നിന്നും ആ ഒരു ഭൂമിയിൽ വന്ന് പതിച്ച ആ ഒരു സ്പീഡ് എന്ന് പറയുന്നത് 50 meter per second ആണ്. If the resistive force is proportional to the speed of the drop, ആ ഒരു ഡ്രോപ്പിന്റെ സ്പീഡിന് പ്രൊപ്പോർഷണൽ ആണ് റെസിസ്റ്റീവ് ഫോഴ്സ് എങ്കിൽ ആ ഒരു റെസിസ്റ്റീവ് ഫോഴ്സ്, ഓക്കെ, then the work done by the resistive force, ആ ഒരു വർക്ക് ഡൺ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൽ നമ്മൾ G കൺസിഡർ ചെയ്യുന്നത് G is equal to 10 meter per second square ആണ്. അപ്പൊ ഓപ്ഷൻ -8.75 ജൂൾ ആണ്. നമുക്ക് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യണം. സോ -8.75 ജൂൾ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഹിയർ M നമുക്ക് 1 gram തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 1 gram എന്ന് പറഞ്ഞാൽ എന്താണ്? 10 to the power -3 കിലോഗ്രാം ആണ്.
എച്ച് ഹൈറ്റ് 1 കിലോഗ്രാം തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ മീറ്ററിലേക്ക് 10 to the power 3 ആക്കിയിട്ടുണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജി എന്താണ്? ഡെൽ കെ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ മൈനസ് 0. കാരണം നമുക്ക് ചേഞ്ചിങ് കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ -0 വന്നു. കെ എഫ് മൈനസ് കെ ഐ അല്ലേ, അപ്പോൾ -0 എടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.25 ജൂൾ ആണ് നമുക്ക് വരുന്നത്. അതായത് 1/2 ഇൻറ്റു 10 to the power -3 ഇൻറ്റു നമുക്ക് തന്നിരിക്കുന്ന വെലോസിറ്റി 50 ആണ്. അപ്പോൾ 50 ഇൻറ്റു 50 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.25. അതായത് നമുക്ക് യു എന്ന് പറയുന്നത് 0 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ വർക്ക് ഡൺ കണ്ടുപിടിക്കണം അല്ലെ. ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന വർക്ക് ഡൺ WG ഈസ് ഈക്വൽ ടു mgh ആണ്. അപ്പൊ എം എന്താണെന്ന് അറിയാം, ജി അറിയാം, എച്ച് അറിയാം. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10 ജൂൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വർക്ക് എനർജി തിയറം വെച്ച് നോക്കുമ്പോൾ എന്താണ്? ഡെൽ കെ ഈസ് ഈക്വൽ ടു WG പ്ലസ് WR, അതായത് ടോട്ടൽ നെറ്റ് ഫോഴ്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ. So WR is equal to del K minus WG, that is equal to 1.25 J minus 10, that is equal to minus 8.75 joule ആണ് വരുന്നത്. Okay, അപ്പോൾ WR ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വർക്ക് ഡൺ അല്ലേ, റെസിസ്റ്റീവ് ഫോഴ്സ് ചെയ്തിരിക്കുന്ന വർക്ക് ഡൺ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ WR is equal to del K minus WG ആണ്. അപ്പോൾ del K എത്രയെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, WG നമുക്കറിയാം. So 1.25 minus 10 J വരുന്നത്. അപ്പോൾ minus 8.7 joule ആണ് നമുക്ക് വരുന്ന ആ ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ബോഡി ഈസ് ബീങ് റേസ്ഡ് ടു എ ഹൈറ്റ് h ഫ്രം ദ സർഫേസ് ഓഫ് ദ എർത്ത്. എർത്തിന്റെ സർഫേസിൽ നിന്നും ഒരു h ഹൈറ്റിലേക്ക് ഒരു ബോഡിനെ നമ്മൾ റേസ് ചെയ്യുകയാണ്. ഓക്കെ, what is the sign of work done by applied force and gravitational force? അപ്പോൾ നമ്മൾ വർക്ക് ഡണ്ണിന്റെ സൈൻ എന്താണെന്ന് ചോദിച്ചത്. അപ്ലൈഡ് ഫോഴ്സിന്റെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെയും സൈൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അപ്ലൈഡ് ഫോഴ്സ് പോസിറ്റീവും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നെഗറ്റീവും ആണ് നമുക്ക് കിട്ടേണ്ട ആൻസർ. ഓക്കെ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അപ്ലൈഡ് വർക്ക് ഡൺ ബൈ ദി അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് നെഗറ്റീവ്. അപ്പോൾ നോക്കൂ, വർക്ക് ഡൺ നമുക്കറിയാം W is equal to F dot D, that is FD cos theta ആണ്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ആസ് ദ ബോഡി മൂവ്സ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് തീറ്റ is equal to 0 ഡിഗ്രി ആയിരിക്കും. ആ ഒരു സെയിം ഡയറക്ഷൻ ഓഫ് ഫോഴ്സിലാണെങ്കിൽ നമുക്ക് തീറ്റ 0 ആയിരിക്കും. അപ്പോൾ FD cos 0 എന്ന് പറയുമ്പോൾ FD വരും. അപ്പോൾ അത് നമുക്കൊരു പോസിറ്റീവ് വർക്കാണ് വരുന്നത്. അടുത്തത് ഓപ്പോസിറ്റ് ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അല്ലെ, വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ് വരുന്നത്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് വരുന്നത്. സോ FD cos 180 ഡിഗ്രി ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി, മൈനസ് ആണ്. cos 180 എന്ന് പറയുന്നത് മൈനസ് ആണ്. സോ മൈനസ് FD വരും. സോ ഇറ്റ് ഈസ് എ നെഗറ്റീവ് ആണ് വരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ പോസിറ്റീവും സെക്കൻഡ് വൺ ഗ്രാവിറ്റേഷണൽ കാരണം വരുന്നത് നമുക്ക് നെഗറ്റീവും ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എ ബോഡി കൺസ്ട്രെയിൻഡ് ടു മൂവ് അലോങ് y ആക്സിസ് ഈസ് ടു കോൺസ്റ്റന്റ് ഫോഴ്സ് F is equal to എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫോഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഫോഴ്സ് കൊണ്ട് ആ ബോഡിക്ക് ഉണ്ടാകുന്ന ആ ഒരു വർക്ക് ഡൺ, ഓക്കെ, ആ ഒരു 4 മീറ്റർ ഡിസ്റ്റൻസ് ചെയ്യുന്നതിന് ആ y ആക്സിസിൽ തന്നെ 4 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്രത്തോളം വർക്ക് ഡൺ ആണ് വേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ഫോഴ്സ് യൂസ് ചെയ്തിട്ട്. സോ 8 ജൂൾ ആണ് നമുക്ക് വരുന്നത്. 8 ജൂൾ വർക്ക് ഡൺ ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ F നമുക്ക് തന്നിട്ടുണ്ട്. F is equal to അതാണ് -I plus 2J plus 3K ന്യൂട്ടൺ ആണ്. അപ്പൊ ബോഡി മൂവ് ചെയ്യുന്നത് 4 മീറ്റർ ഡിസ്റ്റൻസ് അലോങ് y ആണ്. അപ്പൊ D is equal to 4J എന്ന് എടുക്കാം നമുക്ക് അല്ലെ, along y ആക്സിസ് ആയതുകൊണ്ട്. അപ്പൊ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? F dot D ആണ്. അപ്പൊ -1 plus 2J plus 3K dot 8J വരും. അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് നമുക്ക് ക്യാൻസൽ ആകും. 4 into 2 എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ 8 ജൂൾ വർക്ക് ഡൺ ആണ് നമുക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, ഇഫ് സപ്പോസ് നമ്മളിത് വേറെ ആക്സിസിലാണ് along the y ആക്സിസ് അല്ലാതെ x ആക്സിസോ അല്ലെങ്കിൽ z ആക്സിസോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എ യൂണിഫോം ചെയിൻ ഓഫ് ലെങ്ത് 2 meter is kept on a table such that the length of the chain is 60 centimeter hangs freely from the edge of the table. The total mass of the chain എന്ന് പറയുന്നത് 4 kilogram ആണ്. അപ്പൊ ആ ഒരു എൻറ്റയർ ചെയിന് ആ ടേബിളിലേക്ക് പുൾ ചെയ്യുന്നതിന് ആവശ്യമായ വർക്ക് ഡൺ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. G നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 10 meter per second square ആണ്. അപ്പൊ G തന്നിട്ടില്ലെങ്കിൽ 9.7 എടുത്താൽ മതി. ഓക്കെ, യൂഷ്വലി എല്ലാ ക്വസ്റ്റ്യൻസിലും നമുക്ക് G എന്ന് പറയുന്നത് 10 ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് തരും. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റിന് കറസ്പോണ്ട് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 3.6 ജൂൾ ആണ്. അപ്പൊ എങ്ങനെയാണ് കാൽക്കുലേഷൻ നോക്കൂ. അപ്പൊ മാസ് നമുക്ക് തന്നിരിക്കുന്നത് 2 മീറ്റർ ആണ് അല്ലെ, അതായത് 2 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ചെയിനിന്റെ മാസ് എന്ന് പറയുന്നത് 4 കിലോഗ്രാം ആണ്. അപ്പൊ മാസ് ഓഫ് ലെങ്ത് 60 സെന്റിമീറ്റർ ഓർ 0.6 മീറ്റർ ചെയിൻ എന്ന് പറയുന്നത് എത്ര വരിക നമുക്ക്? 4 into 0.60 by 2 that is equal to 1.2 ആണ്. അപ്പൊ 60 സെന്റിമീറ്ററിൽ വരുന്ന ചെയിൻ ഓഫ് മാസ്, ആ ചെയിനിന്റെ മാസ് എന്ന് പറയുന്നത് 1.2 കിലോഗ്രാം ആണ് അല്ലെ. അപ്പോൾ ആ ഹാങ്ങിങ് പാർട്ടിന് എത്രത്തോളം വെയിറ്റ് വരും? 1.2 into 10 ആണ്. ആ ഒരു ഗ്രാവിറ്റേഷണൽ 10 കൊടുക്കുമ്പോൾ നമുക്ക് 12 ന്യൂട്ടൺ ആയി വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ആ ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഹാങ്ങിങ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ആ ഒരു മിഡിൽ പോയിന്റ് ആണ്. അതായത്
30 സെന്റിമീറ്റർ, അതല്ലെങ്കിൽ 0.3യിലാണ് വരുന്നത്. സോ അപ്പോൾ വർക്ക് ചെയ്യേണ്ടത് എത്രയാണ്? 12 into 0.30, ദാറ്റ് ഈസ് ഈക്വൽ ടു 3.6 ജൂൾ വർക്കാണ് നമുക്കായിരിക്കും ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. The moment of body is increased by 25%, then the kinetic energy is increased by about. ആ ഒരു ബോഡിയുടെ മൊമെന്റം 25% ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി എത്രത്തോളം ഇൻക്രീസ് ആകുന്നതാണ്? ഓപ്ഷൻ സി 56%ഓളം ഇൻക്രീസ് ആകും. നമുക്ക് നോക്കാം. കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് എന്താണ്? K is equal to P²/2m. നമ്മൾ ജസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കിയതാണ്. അപ്പൊ K എന്ന് പറയുന്നത് എന്താണ്? Which is directly proportional to the square of the momentum ആണ് അല്ലെ, P² ആണ്. അപ്പൊ മൊമെന്റത്തിന്റെ സ്ക്വയറിലാണ് നമുക്ക് വരുന്നത്. അപ്പൊ 25%ഓളം മൊമെന്റം ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇത് വരും P dash is equal to P plus 25/100p ആണ്. 25% ഇൻക്രീസ് ആണ്. സോ 125/100p, that is 5/4p ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ K dash by K is equal to P dash square by P square, that is equal to 5/4 whole square ആണ്. That is equal to 25/16, that is K dash is equal to 25/16 K എന്ന് വരും അല്ലെ. അപ്പൊ പെർസെന്റേജ് ഇൻക്രീസ് കണ്ടുപിടിക്കാനായിട്ട് K dash minus K by K into 100 ആണ്. അപ്പൊ 25/16 K minus K is equal to എനിക്ക് 56% ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മൊമെന്റം 25% ആണെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 56%ഓളം ഇൻക്രീസ് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ കാർ ഓഫ് മാസ് 1000 kg മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 18 km/h ഓൺ എ സ്മൂത്ത് റോഡ് കൊളൈഡ്സ് വിത്ത് എ ഹൊറിസോണ്ടലി മൗണ്ടഡ് spring constant 6.25 10 to the power 3 Nm/meter. The maximum impression of the spring. അപ്പോൾ ഒരു കാർ 1000 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു കാറ് 18 km/h മൂവ് ചെയ്യുമ്പോൾ അതൊരു ഇതിൽ പോയിട്ട് കൊളൈഡ് ചെയ്തിരിക്കുകയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ അവിടെ വരുന്ന മാക്സിമം ഇംപ്രഷൻ ഓഫ് സ്പ്രിംഗ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു സ്പ്രിംഗ് കോൺസ്റ്റന്റിൽ ഉള്ള ഒരു 6.25 നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ആൻസർ നമുക്ക് വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി 2 മീറ്റർ ആണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് മാസ് ഓഫ് ദ കാർ 1000 kg ആണ്, V 18 km/h ആണ്. അപ്പൊ നമുക്ക് അതിനെ സെക്കൻഡിലേക്ക് മാറ്റണം അല്ലെ. 18 into 5/18 m/s, that is equal to 5 m/s ആണ് വരുന്നത്. K നമുക്ക് സ്പ്രിംഗ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കംപ്രഷൻ, ദാറ്റ് മീൻസ് XM, that is equal to നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഹാഫ് എന്താ പറഞ്ഞിരിക്കുന്നത്? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കണം. അപ്പൊ ഹാഫ് mv² is equal to ഹാഫ് km² ആണ്. അപ്പൊ XM is equal to സ്ക്വയർ റൂട്ട് ഓഫ് m/k into v ആണ്. അപ്പൊ ഈ വാല്യൂസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. m തന്നിട്ടുണ്ട്, k തന്നിട്ടുണ്ട്, into 5 വെലോസിറ്റി, that is equal to 2 മീറ്റർ ആണ് നമുക്ക് വരുന്ന ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. An adult weighing 600 Newton raises the center of gravity of his body by 0.25 meter while taking each step of 1 meter length in jogging. If he jogs for 6 km, the energy utilized by him jogging അല്ലെ. അപ്പൊ ഒരു 600 Newton വെയിറ്റ് ഉള്ള ഒരാള് 0.25 ബോഡി ഇൻക്രീസ് ആവുന്നത് അല്ലെ, അത് ഓരോ മീറ്ററിന് അനുസരിച്ചിട്ട്. അപ്പൊ ടോട്ടൽ ആയിട്ട് 6 km ജോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ടോട്ടൽ എനർജി എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി 9 into 10 to the power 5 ജൂൾ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നോക്കൂ, mg നമുക്ക് തന്നിരിക്കുന്നത് 600 Newton ആണ്, h 0.25 അത്രയും ഹൈറ്റിലേക്കാണ് വരുന്നത് അല്ലെ. ലെങ്ത് ഓഫ് ഈച്ച് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. അപ്പൊ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻ 6 km, n is equal to 6 into 10 to the power 3 meter by 1 meter, that is equal to 6000 ആണ്. അപ്പൊ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് n mgh ആണ്. അപ്പൊ n എന്ന് പറയുന്നത് നമുക്ക് 600 ആണ്, mgh എന്ന് പറയുന്നത് mg എന്ന് പറയുന്നത് 600 ആണ്, h എന്ന് പറയുന്നത് 0.25 ആണ്. ടോട്ടലി 9 into 10 to the power 5 ജൂൾ ആണ് വരുന്നത്. 1 kWh is equal to എത്ര ഇലക്ട്രോൺ വോൾട്ടിന് ഈക്വൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2.25 into 10 to the power 25 EV ക്ക് ഈക്വൽ ആണ്. അത് 1 kWh എന്ന് പറഞ്ഞാൽ എന്താണ്? 10 to the power 3 into watt എന്ന് പറയുന്നത് 366 SS ആണ്. അപ്പോൾ 3.6 into 10 to the power 6 divided by 1.6 into 10 to the power 19 EV ആണ് വരുന്നത്. 1 EV is equal to എത്രയാണ്? 1.6 into 10 to the power 9 ആണ് അല്ലെ. അപ്പൊ നമുക്ക് 1 kWh എത്ര ഇലക്ട്രോൺ വോൾട്ട് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. That is equal to 2.25 into 10 to the power 25 EV ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which is the type of collision in which both the linear momentum and kinetic energy of the system remains conserved? ഒരു സിസ്റ്റത്തിന്റെ ലീനിയർ മൊമെന്റും കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആകണമെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് കൊളീഷൻ ആയിരിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഇൻലാസ്റ്റിക് കൊളീഷൻ,
elastic collision, destructive collision, none of the options. Option B ആണ് right answer. In elastic collision ലാണ് നമുക്ക് linear momentum അതുപോലെ തന്നെ kinetic energy ഒരു സിസ്റ്റത്തിന്റെ കൺസേർവ്ഡ് ആയിട്ട് വരുള്ളൂ. ഓക്കേ, അപ്പോൾ linear momentum and kinetic energy of the system remain conserved ആകണമെങ്കിൽ that should be an elastic collision ആയിരിക്കണം. Option B ആണ് right answer. An electric heater of rating 1000 watt is used for 5 hours per day for 20 days. Okay. What is the electrical energy utilized? ഒരു ഹീറ്ററിന്റെ റേറ്റിംഗ് 1000 വാട്ട് ആണ്. 5 hours per day. ഒരു ദിവസം 5 മണിക്കൂറാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ 20 ഡേയ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 20 × 5 എന്ന് പറയുമ്പോൾ 100 hours ആണ് നമുക്ക് വരുന്ന യൂസ് വർക്ക് ടൈം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട്? ദാറ്റ് ഈസ് 100 കിലോവാട്ട് അവർ ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ. അതായത് ആ ഒരു പവർ നമുക്ക് തന്നിട്ടുണ്ട് 1000 വാട്ട് ആണ് തന്നിട്ടുണ്ട്. ടൈം പീരീഡ് എന്താ കണ്ടുപിടിക്കുക? 20 × 5 എടുക്കാം. കാരണം 20 ഡേയ്സ് ഒരു ഡേയിൽ 5 hours ആണ്. അപ്പോൾ 100 hour കിട്ടുന്നുണ്ട്. സോ ഇലക്ട്രിക്കൽ എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ആണ്. പവർ എന്ന് പറയുന്നത് 1000 ഉം ടൈം എന്ന് പറയുന്നത് 100 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു ഈ ഒരു 1 lakh ആണ് വരുന്നത്. അതായത് നമുക്ക് 100 കിലോവാട്ട് അവർ ആണ് ഒരു ഇലക്ട്രിക്കൽ എനർജി നമുക്ക് അവിടെ ആ ഒരു ഹീറ്ററിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ബോൾ മൂവ്സ് ഇൻ എ ഫ്രിക്ഷൻലെസ് ഇൻക്ലൈൻഡ് ടേബിൾ വിതൗട്ട് സ്ലിപ്പിംഗ്. The work done by the table surface on the ball. ഒരു ബോൾ നമ്മൾ ഒരു ഇൻക്ലൈൻഡ് ടേബിളിലേക്ക്, ഒരു ഇൻക്ലൈൻഡ് അല്ല ഏകദേശം, ഓക്കെ, ഒരു ബോൾ നമ്മൾ ജസ്റ്റ് വിട്ടിരിക്കുകയാണ് വിത്തൗട്ട് സ്ലിപ്പിംഗിൽ. ഓക്കെ, അപ്പൊ അവിടെ വരുന്ന ആ ഒരു ടേബിള് ഈ ഒരു ബോളിലേക്ക് കൊടുത്തിരിക്കുന്ന ഫ്രിക്ഷൻ എത്രത്തോളമാണ്, അല്ലെങ്കിൽ വർക്ക് ഡൺ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊരു ഫ്രിക്ഷൻലെസ് ആണ് നമുക്ക്, അല്ലെ? ഓപ്ഷൻ ബി 0 ആണ് നമുക്ക് വരുന്ന ആ ഒരു വർക്ക് ഡൺ. കാരണം എന്താന്ന് പറഞ്ഞാൽ ഒരു ബോള് ഒരു ഫ്രിക്ഷൻലെസ് ഇൻക്ലൈൻഡ് ടേബിളിലൂടെ സ്ലിപ്പിംഗ് ഇല്ലാതെ പോവുകയാണെങ്കിൽ ആ ഒരു ടേബിൾ ആ ഒരു ബോളിൽ അപ്ലൈ ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഷൻ വിത്തൗട്ട് സ്ലിപ്പിംഗ്, ഓക്കെ, അതായത് മോഷൻ വിത്തൗട്ട് സ്ലിപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു പ്യുവർ റോളിംഗ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ആ ഒരു പ്യുവർ റോളിംഗ് ടൈമിൽ വർക്ക് ഡൺ ഓഫ് ദ ഫ്രിക്ഷൻ ഫോഴ്സ് നമുക്ക് എന്താണ്? 0 ആണ് കിട്ടുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമുക്ക് എന്ത് പറയുന്നത്, അതുകൊണ്ടാണ് ആ ഒരു ബോൾ മൂവ്സ് ഇൻ എ ഫ്രിക്ഷൻലെസ് ഇൻക്ലൈൻഡ് ടേബിൾ എന്ന് പറയുന്നത് നമുക്ക് 0 ആയിരിക്കും അവിടെ വരുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ എഫിഷ്യൻസി ഓഫ് എ പമ്പ് ഈസ് 50%. ഇറ്റ് ലിഫ്റ്റ്സ് 2 tons ഓഫ് വാട്ടർ ബൈ 60 meter in 20 minutes. Find the input power in kilowatt of the pump. Okay, so options C ആണ് റൈറ്റ് ആൻസർ. 2 ആണ് നമുക്ക് വരുന്ന ആ ഒരു ഇൻപുട്ട് പവർ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റേറ്റ് ഓഫ് വർക്ക് ഡൺ ഈസ് കോൾഡ് പവർ എന്നാണ്. അപ്പൊ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് പി എന്നുള്ള ഒരു ലെറ്ററിലാണ്. അപ്പൊ പി ഈസ് ഈക്വൽ എന്താണ്? വർക്ക് ഡൺ ബൈ ടൈം ആണ്, W ബൈ ടൈം ആണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ബോഡി അതിന്റെ പൊസിഷൻ കാരണം വരുന്ന ആ ഒരു എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പൊ പി ഈസ് ഈക്വൽ ടു mgh ആണ്. എഫിഷ്യൻസി അതായത് gm എന്നൊക്കെ അറിയുന്നതാണ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഓരോന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ മാസ് എത്രയാണ് തന്നിരിക്കുന്നത്? 210 ആണ്. അപ്പൊ 2 × 10⁻³ kg ആണ് വരുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത് 60 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 meter/s ആണ്. ടൈം 20 minutes ആണ്. അപ്പൊ 20 × 60 which is equal to 1200 വരുന്നുണ്ട്, അല്ലെ? എഫിഷ്യൻസി നമുക്ക് 50% പറഞ്ഞിട്ടുണ്ട്. സോ 1/2 ആണ് വരുന്നത്. അപ്പൊ പവർ ഈസ് ഈക്വൽ ടു എന്താണ്? വർക്ക് ബൈ ടൈം ആണ്. വർക്കിന്റെ ഒരു ഇക്വേഷൻ നമുക്കറിയാം, mgh ആണ്. സോ അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് പവർ ഈസ് ഈക്വൽ ടു mgh ബൈ ടൈം എന്ന് കൊടുത്തൂടെ, അല്ലെ? സോ അപ്പൊ ഔട്ട്പുട്ട് പവർ നമുക്ക് 10⁻³ watts ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് പവർ എത്രയാണെന്നുള്ളത് നമുക്കറിയാം. സോ അപ്പൊ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ എന്ന് കൊടുക്കാം. സോ ഔട്ട്പുട്ട് പവർ എത്രയാണ്? 10⁻³ ആണ്. 1/2 ആണ് എഫിഷ്യൻസി. അപ്പൊ ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു 2 × 10⁻³ ദാറ്റ് ഈസ് 2 കിലോവാട്ട് ആണ് നമുക്ക് വരുന്ന ഇൻപുട്ട് പവർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, an object is released from certain height above the ground. Just at that time it touches the ground, it will possess. Okay, ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഒരു certain ഹൈറ്റിൽ നിന്ന് താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്, താഴത്തേക്ക് റിലീസ് ചെയ്തിരിക്കുകയാണ്. ആ ഗ്രൗണ്ട് ടച്ച് ചെയ്യുന്നതിന് തൊട്ട് ബിഫോർ ആയിട്ട് നിൽക്കുന്ന എനർജി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏത് ടൈപ്പ് ഓഫ് എനർജിയാണ്? ഹീറ്റ് എനർജി ആണോ? അല്ല. കെമിക്കൽ അല്ല. കൈനറ്റിക് എനർജിയാണ്, അല്ലെ? ഒരു പർട്ടിക്കുലർ ഹൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. സോ അത് നിയർ ഗ്രൗണ്ടുമായിട്ട് ടച്ച് ചെയ്യുന്നതിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്, അല്ലെ? ഗ്രൗണ്ട് ടച്ച് ചെയ്യാനായിട്ട് എത്തിയിരിക്കുകയാണ്. സോ അപ്പൊ അവിടെ വരുന്ന എനർജി ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് കൈനറ്റിക് എനർജിയാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത
question, if the kinetic energy of a body becomes 256 times of its initial value, then the new linear momentum will be. ഒരു ബോഡിയുടെ കൈനറ്റിക് എനർജി 256 ടൈംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇനിഷ്യൽ വാല്യൂനെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ പുതിയ ലീനിയർ മൊമെന്റം എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അപ്പോൾ ലീനിയർ മൊമെന്റം നമുക്ക് വരുന്നത് എങ്ങനെയായിരിക്കും? അതിന്റെ ഇനിഷ്യൽ വാല്യൂയിൽ നിന്ന് 16 ടൈംസ് ആണ് വരുന്നത്. ഓക്കെ, ആ ഒരു 256 ടൈംസ് എന്ന് പറയുന്നത് അതിന്റെ കൈനറ്റിക് എനർജിയിൽ വരുന്ന മാറ്റമാണ്. അങ്ങനെയാണെങ്കിൽ ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് 16 ടൈംസ് ടു ദി ഇനിഷ്യൽ വാല്യൂ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമുക്ക് 256 ആണ്. അപ്പൊ ഞാൻ ഇനിഷ്യൽ കൈനറ്റിക് എനർജിനെ E എന്നും ഫൈനൽ കൈനറ്റിക് എനർജിനെ 256 E എന്നും കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, P എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെന്റം ആണ്. അപ്പൊ P is equal to square root of 2me ആണ്. അപ്പൊ നമുക്ക് റേഷ്യോ ആണ് വേണ്ടത്. ദാറ്റ് മീൻസ് എനിക്ക് ഇനിഷ്യൽ കൈനറ്റിക് എനർജിയും ഫൈനൽ കൈനറ്റിക് എനർജിയും തമ്മിലുള്ള വ്യത്യാസമാണ് അറിയേണ്ടത്. സോ P2 by P1 which is equal to square root of 2me2 by 2me1 എന്ന് എഴുതാം അല്ലെ. അപ്പൊ P2 is equal to ആണ് എനിക്ക് വേണ്ടത്. അതായത് ഫൈനൽ കൈനറ്റിക് എനർജിയുടെ റേഷ്യോ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ P into square root of 2me2 by square root of 2me1. അതല്ലേ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. square root of e1 by e2 എന്ന് എഴുതിയ പോരെ അല്ലെ. 2 2 ക്യാൻസൽ ചെയ്തിട്ട് എനിക്ക് e2 by e1 എന്ന് വരും. സോ E2 എത്രയാണെന്ന് അറിയാം, E1 അറിയാം. E2 എന്ന് പറയുന്നത് 256 ആണ്. E എന്ന് പറയുന്നതാണ് നമുക്ക് വരുന്ന ഇനിഷ്യൽ കൈനറ്റിക് എനർജി. അപ്പൊ ഇയും ക്യാൻസൽ ചെയ്തു. അപ്പൊ P റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 ആണ് വരുന്നത്. 256 സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. അപ്പോൾ 16p ആണ് വരുന്ന ഇപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു 16 ടൈംസ്, അതായത് ഇനിഷ്യൽ മൊമെന്റത്തിന്റെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ 16 ടൈംസ് ഹയർ ആയിട്ടാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, the SI unit for momentum of an object is, ഓപ്ഷൻസ് എന്തൊക്കെയാണ്? kg ms, kg m bar s, c എന്ന് പറയുന്നത് kg m bar s power -2, അതുപോലെ തന്നെ kg meter per s power -4 ആണ് അല്ലെ. നമുക്കറിയാം മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? P is equal to mass into velocity ആണ്. mv ആണ്. m എന്ന് പറയുന്നത് മാസ് ആണ്. മാസിന്റെ യൂണിറ്റ് kg ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ. സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു MCQ മാരത്തോൺ യൂണിറ്റ് 4 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.